റിജിൽ, പോറ്റിയെ കയറ്റിയത് യഥാർത്ഥത്തിൽ നിങ്ങളാണ്. പിന്നെ പോറ്റിയെ വളർത്തിയതാര് എന്നുള്ളതും പോറ്റി ഏതൊക്കെ സമയത്താണ് സ്വർണം കട്ടത് എന്നുള്ള വിവരം അവിടെ നിൽക്കുന്നു. പക്ഷേ പോറ്റിയെ കയറ്റിയത് നിങ്ങളാണ് എന്നതാണ് എം.ബി. രാജേഷ് മന്ത്രി ആവർത്തിച്ച് പറയുന്നത്. എന്താണ് മറുപടി? സ്മൃതി, യഥാർത്ഥത്തിൽ സ്വർണം കട്ടത് ആരപ്പ, സഖാക്കളാണ്, അയ്യപ്പ എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്കാന്നായിട്ട് അറിയാം. അപ്പം അതിൽ നിന്ന് തിരിച്ചു വിടാൻ പ്രത്യേകിച്ച് ഈ പോറ്റി എന്ന് പറയുന്ന ഈ കള്ളനെ അവിടെ കയറ്റിയത് KC വേണുഗോപാലാണെന്നൊക്കെ പറഞ്ഞ് ഇവർ പുകമറ സൃഷ്ടിക്കുകയാണ്. യഥാർത്ഥത്തിൽ വളരെ കൃത്യമായിട്ട് അറിയാം, 2007 G. സുധാകരൻ അദ്ദേഹം ദേവസ്വം വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ് ഈ പറയുന്ന കള്ളൻ അവിടെ കയറിയത് എന്നുള്ള കൃത്യമായ തെളിവുണ്ട്. അപ്പോൾ ഇവിടെ എന്താ വസ്തുത? സ്വർണം കട്ട് ജയിലിൽ കിടക്കുന്നവരാരാണ്? സ്വർണം കട്ടത് എപ്പോഴാണ് എന്നതിനെക്കുറിച്ചാണ് അന്വേഷണം നടത്തേണ്ടത്. സ്വർണം കട്ടത് ഏത് ഘട്ടത്തിൽ 2019 തൊട്ട് ഇങ്ങോട്ടാണ് സ്വർണം കക്കാനുള്ള തീരുമാനമെടുക്കുകയും സ്വർണം കക്കുകയും ആ സ്വർണം കക്കാൻ ഈ പോറ്റിക്ക് കൂട്ടുനിന്ന് ആ പോറ്റിക്ക് കൂട്ടുനിന്ന് മാത്രമല്ല മിനിറ്റ്സ് തിരുത്തിയും അതോടൊപ്പം തന്നെ ബാക്കിയുള്ള സ്വർണം കല്യാണ ആവശ്യങ്ങൾക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഈ കാര്യങ്ങൾ ചെയ്തത് ആരാണ്? ഇടതുപക്ഷത്തിൻ്റെ ദേവസ്വം ബോർഡ് ഭരിക്കുന്ന സമയത്ത് CPM-ന്റെ നേതാക്കന്മാരായിട്ടുള്ള മുൻ MLA ആയിട്ടുള്ള പത്മരാജും പത്മകുമാറും അതോടൊപ്പം തന്നെ വാസു ഉൾപ്പെടെയുള്ള ആളുകളാണ്. അവരല്ലേ ജയിലിൽ കിടക്കുന്നത്. ഇപ്പോൾ ശങ്കർദാസ് ഉൾപ്പെടെ ബോർഡ് അംഗം ജയിലിൽ കിടക്കുന്നില്ലേ? ഞങ്ങളുടെ കാലത്ത് ഇത്തരം ഒരു കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായി ഈ അന്വേഷണ ഏജൻസി, പ്രത്യേകിച്ച് ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു IPS ഉദ്യോഗസ്ഥൻ്റെ അടുത്ത പിതാവ് പോലും ഈ കേസിനകത്ത് പെട്ടുകിടക്കുമ്പോൾ ജയിലിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന കോൺഗ്രസിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ആളുകളെ ഈ ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യണ്ടേ? അവരെ ജയിലിലേക്ക് കൊണ്ടുപോകണ്ടേ? എന്തെങ്കിലും തെളിവുകളുടെ കയ്യിലുണ്ടോ? ഇത് വളരെ വ്യാജമായിട്ടുണ്ടാക്കുന്ന വാർത്തയാണ്. ഇതിൻ്റെ പ്രഹരശേഷി ഇടതുപക്ഷത്തിന് ഈ കൊള്ളക്കകത്ത് നേതൃത്വം കൊടുത്ത ആളുകൾ തങ്ങളാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടും അവർക്കെതിരായി ഒരു നടപടി പോലും എടുക്കുന്നില്ല. ധാർമ്മികമായി ഇപ്പൊ ധാർമ്മികതയെ കുറിച്ച് ഇവിടെ പുരപ്പുറം കയറി സംസാരിക്കുന്ന ആളുകളാണല്ലോ ഇടതുപക്ഷം. ഞങ്ങൾ ധാർമ്മികമായ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന പത്മകുമാറിനെതിരായും വാസുവിനെതിരായും എന്ത് സംഘടനാ നടപടിയാണ് ഇവരെടുത്തത്? നടപടി എടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ് സംഘടന നടപടി എടുക്കാത്തത്? പത്മകുമാറിനെതിരായും ഈ പറയുന്ന വാസുവിനെതിരായും നടപടി എടുത്താൽ അത് കടകംപള്ളിയിലേക്ക് പോകും എന്നുള്ളതിന്റെ കൃത്യമായ ബോധ്യം അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പൊ പറയുന്ന വാസവനും ഈ പറയുന്ന ഇപ്പോൾ ഒഴിഞ്ഞുപോയ പ്രശാന്ത് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പങ്കുണ്ടല്ലോ. ഈ തട്ടിപ്പുകാരനും കള്ളനുമാണ്, കൊള്ളക്കാരനാണ്, സ്വർണം കത്തുന്നവരാണ്. ഇത് നിങ്ങൾ ഇത്ര കാലമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇന്ന് ചില ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. UDF കാലത്ത് വാജി വാഹനം അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാൽ ഗോപാലകൃഷ്ണനും ദേവസ്വം ബോർഡ് അംഗം അജയ് തറയിലും ചേർന്ന് തന്ത്രി കണ്ഠര രാജീവർക്ക് കൈമാറുന്ന ദൃശ്യങ്ങളാണ്. കൊടിമരത്തിന്റെ അടിഭാഗം ചിതലരിച്ചെന്ന് പറഞ്ഞിട്ടാണ് പഴയ കൊടിമരം മാറ്റി പുതിയ സ്ഥാപിച്ചത്. എന്നാൽ കൊടിമരത്തിന്റെ അടിഭാഗം നിർമ്മിച്ചിരുന്നത് കോൺക്രീറ്റ് കൊണ്ടാണെന്ന് ആ ദൃശ്യങ്ങൾ വ്യക്തമാക്കുകയാണ്. അപ്പോൾ കൊടിമരം സ്വർണം പൂശിയ കൊടിമരമാണ്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ അത് നിങ്ങളുടെ കാലയളവിലാണ് എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. അതിനുള്ള മറുപടി എന്താണ്? അല്ല സ്മൃതി, അന്ന് കൊടിമരം കോൺക്രീറ്റിലാണ്. അപ്പോൾ കോൺക്രീറ്റിലാവുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ നിലവിൽ അതിൻ്റെ കമ്പി ഉൾപ്പെടെ പുറത്ത് വന്നതിന് ശേഷമാണ് അങ്ങനെ ഒരു തീരുമാനം, കൊടിമരം മാറ്റണം എന്നുള്ള തീരുമാനം എടുക്കുകയും ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്ത് ഉമ്മൻചാണ്ടി സാർ തന്നെ സൗജന്യമായി കൊടിമരത്തിലെ തേക്ക് അനുവദിക്കുകയും ആ തേക്ക് ഇവർ എനിക്ക് തോന്നുന്നു പ്രയാർ ഗോപാലകൃഷ്ണനും അതുപോലെ അജയ് തറയിലും വരുന്ന ബോർഡിന് മുമ്പേ അങ്ങനെ കൊടിമരം മാറ്റുന്നതിന് വേണ്ടി തീരുമാനമെടുക്കുകയും കൊടിമരം പമ്പയിലേക്ക് എത്തിയതിനു ശേഷമാണ് അവർ കൊടിമരം മാറ്റുന്നത്. ഞാൻ മനസ്സിലാക്കിയത് ഈ പറയുന്ന തന്ത്രി സമുച്ചയത്ത് പറയുന്ന ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ടാണ് ലോഹമാണെങ്കിൽ ആചാര്യനും മരമാണെങ്കിൽ ദഹിപ്പിക്കണം, കല്ലാണെങ്കിൽ ജലാശയത്തിൽ നിക്ഷേപിക്കണം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ആചാരവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഈ പറയുമ്പോൾ സ്വാഭാവികമായും ഈ അജയ് തറയിലും അതോടൊപ്പം പ്രയാർ ഗോപാലകൃഷ്ണൻ മാത്രമല്ല ഹൈക്കോടതി അനുവദിച്ചിട്ടുള്ള അഡ്വക്കേറ്റ് കമ്മീഷണർ S. കുറുപ്പിന്റെ സാന്നിധ്യത്തിലാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിട്ടുള്ള മറ്റ് 2 സാധനങ്ങളുണ്ടല്ലോ, നമ്മുടെ കാണുന്നില്ല എന്ന് പറയുന്ന പ്രധാനപ്പെട്ട 2 സാധനം. അതെ, വാജിവാഹനല്ല, മറ്റ് വാജിവാഹനം തന്ത്രിയുടെ കയ്യിലാണ്, തന്ത്രിക്ക് കൊടുക്കുന്നത്. ഈ സാന്നിധ്യത്തിന് മുമ്പിലാണ് കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അവിടെ കൊടുക്കുന്നതിന്റെ നേർസാക്ഷ്യങ്ങളായി ഈ പറയുന്ന ദേവസ്വം ഹൈക്കോടതിയുടെ ദേവസ്വം കമ്മീഷണർ അഡ്വക്കേറ്റ് കമ്മീഷണർ S. കുറുപ്പിന്റെ സാന്നിധ്യത്തിലാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. S. കുറുപ്പിന്റെ സാന്നിധ്യത്തിലാണ് കൊടിമരം പൂശുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആന്ധ്രയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫിനിക്സ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ് ഈ കൊടിമരത്തിന്റെ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത്. അതൊക്കെ കൃത്യമായിട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ അത് കൃത്യമായി ബോധ്യത്തോടു കൂടിയാണ് നടപ്പാക്കുന്നത്.
നടപ്പാക്കിയ സമയത്ത് തർക്കമില്ലാത്ത കാര്യമാണ്. ഇപ്പൊ സ്വർണം കട്ടു എന്ന് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ആ ഘട്ടത്തിൽ ഈ പറയുന്ന ആളുകളാണ് സ്വർണം കട്ട് കൊണ്ടുപോയത് എന്ന് തെളിവുണ്ടോ? ഈ പറയുന്ന ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ആചാര അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടല്ലോ. അവിടെ സ്ത്രീകളെ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളത് അവിടുത്തെ ആചാരമാണ്, അതൊരു അനുഷ്ഠാനമാണ്. ഈ പറയുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരം ആചാരത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ഈ വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയത് എന്നുള്ളതും തന്ത്രി തന്നെ അത് എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ കാര്യം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ അതൊന്നുമല്ല വിഷയം. ഇത് പുകമറ സൃഷ്ടിച്ചുകൊണ്ട് സ്വർണം കട്ട വരെ വെള്ളപൂശാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തരത്തെ വ്യാജ പ്രചരണമാണ്. നിങ്ങൾ എന്തൊക്കെ പ്രചരണം നടത്തിയ സഖാക്കളെ, ഞങ്ങൾ ഒരു കാര്യം പറയുന്നു, കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്ന മുഴുവൻ ആളുകൾക്കും അയ്യപ്പ വിശ്വാസികൾക്കും അറിയാം, ശബരിമലയിലെ ആചാര ലംഘനം നടത്താൻ നേതൃത്വം കൊടുത്തവർ, അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്ത ആളുകൾ സ്വർണം കൂടി കക്കാൻ നേതൃത്വം കൊടുത്തു. CPM-ന്റെ നേതൃത്വത്തിന്റെ കാർമ്മികത്വത്തിലാണ് ഈ പറഞ്ഞ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അതിനകത്ത് പങ്കുണ്ടോന്ന് സംശയത്തക്ക രൂപത്തിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ ഞങ്ങളുടെ ഭാഗത്ത് തെറ്റിട്ട് അന്വേഷിച്ചോ? ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഏത് അന്വേഷണം നിങ്ങൾ ഇപ്പൊ SIT-യോ CBI-യോ എൻഫോഴ്സ്മെന്റോ അല്ലെങ്കിൽ പിന്നെ ഇൻകം ടാക്സോ സർവത്ര കേന്ദ്ര ഏജൻസിയെ വെച്ചു എല്ലാം അന്വേഷിച്ചു. ഞങ്ങൾക്കൊരു ഭയമില്ലല്ലോ, ഞങ്ങളുടെ ആളുകൾക്ക് ഭയമില്ല. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കട്ടെ എന്നുള്ള ഉപ്പ് തിന്നിട്ടുള്ളത് CPM-ന്റെ ഈ പറയുന്ന ആളുകളാണ് സംബന്ധിച്ച് തർക്കമുള്ള കാര്യമാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.